ഹായ്, എന്താ പാട്? സുഖല്ലേ? കുറേ ആളുകളായി എനിക്ക് മെസ്സേജ് വിട്ടിട്ടും കമൻറ്റ് വഴിയൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ഷെരീഫെ, വീഡിയോ ഒന്നും ഇല്ലല്ലോ, പഴയ പോലെ വീഡിയോ ഒന്നുമില്ല, ഞങ്ങൾ എന്നും നോക്കും, പക്ഷേ ഷെരീഫിൻ്റെ വീഡിയോ മാത്രം ഇപ്പോൾ അങ്ങനെ വരാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ വന്നാൽ വന്നു, ചിരിപ്പിക്കുന്നുമില്ല, രസിപ്പിക്കുന്നുമില്ല, അങ്ങനെയുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ ഷെരീഫിൻ്റെ മുഴുവൻ വരുന്നത്. എന്താ ഷെരീഫിനെ പറ്റിയേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊന്നും അതിന് വ്യക്തമായ റിപ്ലൈ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പേഴ്സണലി ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നത്. അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാപ്പാടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു 3 പേര് തൊട്ടായിട്ട് മരണപ്പെടുകയുണ്ടായി. ആ മരണത്തിൻ്റെ റീസൺ ഒന്നാണ്. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും. അങ്ങനെ ഈ വീഡിയോക്കൊന്നും ഞാൻ അധികം ശ്രദ്ധ കൊടുത്തില്ല. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റലുമായിട്ട് സംബന്ധിച്ച് കുറേ ആയി നടക്കുന്നു. അതായത് ഇവരുടെ ആവശ്യത്തിനും അതുമാതിരി എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ആവശ്യത്തിനും ഒക്കെ ആയിട്ടും ഞാൻ അധികം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇവരുടെയൊക്കെ കൂടെ പോകേണ്ട ഈ ഒരു സാഹചര്യങ്ങൾ എനിക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്കതിന് വലിയൊരു പാഠം പഠിക്കാൻ പറ്റി. അത് മറ്റൊന്നുമല്ല, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 1000 രൂപ, 500 രൂപ, ഏറി വന്ന വലിയൊരു എമൗണ്ട് എന്നൊക്കെ പറയുന്നത് 2000 രൂപയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് ലക്ഷത്തിന്മേലാണ് തുടങ്ങുന്നത്. അത്തരത്തിലുള്ള വളർച്ചകളാണ് ഈ അസുഖത്തിനും ഹോസ്പിറ്റലിനും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. പ്രവാസിയായിരുന്ന കാലത്തൊന്നും നമ്മളിങ്ങനെ അസുഖം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാശ് വിട്ടു കൊടുക്കുക എന്നല്ലാതെ ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാൻ പോകൂല. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഈ ബില്ല് കെട്ടുന്ന അവിടെ അങ്ങനെ വരും. എന്നിട്ട് ഇത് എൻ്റെ ഇൻഷുർ കാർഡാണ്, ഇത് എടുക്കുമോ? ഇല്ല, ഇത് എടുക്കില്ല. അതെന്താ? ഇത് മോദിജിയുടെ മോദിജിയുടെ എടുക്കും, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതൊന്നും എടുക്കൂല. അടുത്ത ആൾ വരും വേറെ ഒരു ഇൻഷുർ കാർഡ് കൊണ്ട്, ഇത് എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ നിന്നിട്ട് കാശുമില്ല, ഇൻഷുർ കാർഡ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ല് കെട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്നതും അവർ എന്താ പറയുക കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങേറായി. കാരണം എനിക്ക് എന്തായാലും ഈ വീഡിയോ ചെയ്തേ പറ്റുമോ തോന്നി. അത് മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും നല്ല പോലെ അന്വേഷിച്ചിട്ട് നിങ്ങൾ പ്രൈവറ്റായിട്ട് എവിടെയാണോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കിട്ടുന്നത് അത് എടുക്കുക. മാസം ഒരു 500 1000 കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം എന്താ അറിയോ, അത്ര വലിയ ഹോസ്പിറ്റൽ ബില്ലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ അസുഖമാണെങ്കിലോ വലിയ അസുഖമാണെന്നുണ്ടെങ്കിലോ ബില്ല് സെയിമാ, ഒരേ എമൗണ്ട് തന്നെ. 1,00,000, 2,00,000, 3,00,000, 4,00,000 ഇതൊക്കെയാണ് ബില്ല് വരുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഇത് വരുന്ന സമയത്താണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതിരിക്കുന്നത്. പിന്നെ സാധാരണക്കാർ എപ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഒക്കെ ഇൻഷൂർ കാർഡ് വെച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും പോകുന്നത്. പക്ഷേ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രൈവറ്റിലേക്ക് അവർ ഫെസിലിറ്റി കൂടുതൽ പ്രൈവറ്റിലാണ്, അതുകൊണ്ട് പ്രൈവറ്റിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്ന സമയത്ത് ഈ കേന്ദ്രത്തിൻ്റെ എടുക്കുന്നില്ല, കേരളത്തിൻ്റെ എടുക്കുന്നില്ല. അവിടെ എടുക്കുന്ന ഇൻഷൂർ കാർഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൻ്റെ മാത്രമാണ്. പ്രൈവറ്റിന് നമ്മൾ ചെറിയൊരു എമൗണ്ടിന് മാസം കൊടുക്കാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ഇത്തരം ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോഴാണ് നമ്മൾ കണ്ണു തുറിക്കുന്നത്. എനിക്ക് പനിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വോയിസൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇന്നും വീഡിയോ ചെയ്യില്ല വിചാരിച്ചതാ, അപ്പം ഇന്നാണ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ഇൻഷൂർ കാർഡുകൾ അതല്ലെങ്കിൽ ഇൻഷൂറിൻ്റെ ഏതെങ്കിലും നല്ലത് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിച്ചെങ്കിൽ, ഒരാൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുക അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 5 ലക്ഷത്തിൻ്റെ ഒരു 10 ലക്ഷത്തിൻ്റെ ഇൻഷൂറിൻ്റെ ഒരു പാക്കേജുകൾ എടുത്തിട്ട് അത് നിങ്ങൾ മാസം നല്ലപോലെ കെട്ടുക. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എപ്പോഴാണ് അറിയോ, ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ സമയത്തുണ്ടല്ലോ 4 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ബില്ല് തരുമ്പോൾ ഈ ഇൻഷൂർ കാർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആശ്വാസം ചില്ലറയൊന്നുമല്ല. എൻ്റെ വീട്ടിലും ഇതുവരെ ഇൻഷൂർ കാർഡില്ല, എനിക്കും ഇല്ല. പക്ഷേ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇൻഷൂർ കാർഡ് എന്തായാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മസ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത്.
അപ്പോൾ ആ കാര്യം എനിക്ക് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്ന മാതിരിയല്ല. ആ ബില്ല് കെട്ടുന്നതിൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് പോയി നിന്ന് നോക്കണം. പല മനുഷ്യന്മാരെയും പല രൂപത്തിലും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും മനുഷ്യൻ്റെ എല്ലാ ഇജ്ജത്തും അഭിമാനവും ഒക്കെ കളഞ്ഞുകൊണ്ടാണ് അവർ യാചിക്കാൻ വരുന്നത്. ഒരു സ്കാനർ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്, അതും കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആരാണോ കൂടുതൽ കരയുന്നത്, ആരാണോ കൂടുതൽ സഹതാപത്തോടെ പറയുന്നത്, അവരുടെ സ്കാനർക്കാണ് പൈസ അയച്ചു കൊടുക്കുന്നത് അല്ലേ. ഇതിനൊന്നും കഴിയാത്ത സാധാരണക്കാരുണ്ട്. ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ നിന്ന് കരയാനോ അതല്ലെങ്കിൽ ഇങ്ങനെ യാചിക്കാനോ ഒന്നും കഴിയാത്ത ആളുകളുണ്ട്. പക്ഷെ അവൻ്റെ കയ്യിൽ കാശുണ്ടാവൂല. അതായത് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഏറ്റവും ഒന്നിനും കഴിവില്ലാതെ അത്രയും അടിത്തട്ടിലിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ ആളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളെ സഹായിക്കാനും ആളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോലത്തുള്ള ഒരു മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ, അന്നന്ന് ജീവിക്കുന്നതും അന്നന്ന് കൊണ്ട് നടക്കുന്നതും ഒരാളുടെ മുമ്പിലേക്കും ഒന്നിനും പോകാതെ നിൽക്കുന്നവരെയൊക്കെ അവരാണ് പെടുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചോദിക്കാനും കഴിയൂല, ആരോട്ട് കണ്ടറിഞ്ഞ് തരൂല്ല. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇതൊന്ന് എടുത്തു വെച്ചോ, ഉപകാരപ്പെടും, ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ അത് എടുത്തു വെച്ചു, അസുഖമൊന്നും വന്നില്ല എന്നുള്ള ഖേദം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അസുഖം ആർക്കും വരാതിരിക്കട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ പോയി നിന്ന് നോക്കി ആ ഹോസ്പിറ്റലിൽ. അയ്യോ, ഞാനൊന്നും ഈ അടുത്തായിട്ട് ഒരു കാലത്തിനും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഇപ്പം ഞാൻ ഇവരുടെയൊക്കെ കൂടെ പോയപ്പോഴാണ് പല പല കാഴ്ചകൾ കാണുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ ഒക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന്. പിന്നെ ഞാനത് ഒഴിവാക്കി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് എന്നെ മനസ്സിലാകുന്ന സമയത്ത് അവർ വന്നിട്ട് ഷെരീഫല്ലേ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറയും. അവർ നല്ല ഹാപ്പിയിൽ സംസാരിച്ചിട്ടൊക്കെ പോക്കുണ്ട്. പക്ഷേ ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ടും എന്നോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇവിടെ, ആരാണ് ഇവിടെ, എന്താണ് അസുഖം എന്നൊക്കെ ചോദിക്കുന്നുള്ള പേടി കൊണ്ട് കുറേ ആളുകൾ പുറകിലേക്ക് നിൽക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാനും അങ്ങോട്ട് പോയി മുണ്ടാനൊന്നും നിന്നില്ല. കാരണം എന്താ അറിയോ, അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവർക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തിനു വന്നു, ഏതിനു വന്നു എന്നുള്ളത്, ഈ ഒരു അസുഖം അങ്ങനെയുള്ള അസുഖമാണ്. മറ്റൊരാളുടെ മുമ്പിൽ പറയാനോ അതല്ലെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനോ ആരും താല്പര്യപ്പെടൂല. അതാണ് അങ്ങനെയുള്ള അസുഖക്കാരുടെ ഒരു മാനസികാവസ്ഥ. എന്തായാലും അത്തരം അസുഖങ്ങളെ തൊട്ടിട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ ശരിക്കും പഠിപ്പിച്ചു തന്നു. ഒരു മനുഷ്യൻ്റെ വേദന എന്താ, ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്താ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് എന്താ, ഒരു മനുഷ്യൻ്റെ സാമ്പത്തികം എന്താ, എല്ലാം നേരെ അങ്ങോട്ട് പഠിക്കാൻ കഴിഞ്ഞു നമുക്ക്. എങ്ങനെയാ അറിയോ, ആ ബിൽ കൗണ്ടറിൻ്റെ അവിടെ 10 മിനിറ്റ് നിന്നിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നിയതാ ഈ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ തല കുനിക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എടുത്തു വെച്ചോ. ഒരു ഇൻഷുർ കാർഡും കൊണ്ട് നിങ്ങളൊരു 500 1000 മാസം കൊടുത്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണമുണ്ടല്ലോ, ഒരാളുടെ മുമ്പിൽ തല കുനിക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി സുഖസുന്ദരായിട്ട് പോരാ. അപ്പോൾ എന്തായാലും അസുഖങ്ങളെ തൊട്ട് കാക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ബൈ.